പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലൂക്കയുടെ 5-ാം അധ്യായം, അത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ കണ്ടു. കർത്താവിൻ്റെ അടുത്ത് കുഷ്ഠരോഗി വന്ന് നമസ്കരിക്കുകയാണ്, സാഷ്ടാംഗം വീഴുകയാണ്, പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ അവൻ്റെ പൂർണ്ണമായ വിശ്വാസമാണ്. ഒരു കുഷ്ഠരോഗി എങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിക്കത്തില്ല അന്നത്തെ ചുറ്റുപാടിൽ. പക്ഷേ യേശുവിൻ്റെ അടുത്ത് എല്ലാ രോഗികളും എല്ലാവരും വന്നുകൊണ്ടിരുന്നു. കാരണം എന്താ? യേശു ദൈവപുത്രനാണെന്ന് അവരൊക്കെ വിശ്വസിച്ചിരുന്നു. മിശിഹായാണെന്ന് അവർ പറഞ്ഞ് കേട്ട അറിവ്, ഇങ്ങനെ സുഖപ്പെട്ട് അവർ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള സംസാരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവരറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതിന് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. അവരുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവർ ഓടിയോ നടന്നോ ഒക്കെ അവർ യേശുവിൻ്റെ അടുക്കൽ എത്തിയിരുന്നു. അപ്പോഴങ്ങനെ അവർക്ക് യേശുവിൻ്റെ അടുക്കൽ ആർക്കും വരാം. കാരണം അതിന് ബൗദ്ധികമായ കഴിവ്, പിന്നെ ലൗകികമായ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നും അതിന് ഇല്ല. സ്ഥാനമാനങ്ങളൊന്നും ആവശ്യമില്ല. കർത്താവ് നോക്കുന്നത് ഹൃദയമാണ്. അവന് ഏത് സ്ഥാനം, ഏത് മഹിമ, ഏത് കുലം, ഏത് ജാതി, അതൊന്നുമല്ല നോക്കുന്നത്. യേശു നോക്കുന്നത് യേശു കർത്താവാണ്. അതുകൊണ്ട് ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയത്തിൽ അവൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ ദൈവത്തിൽ? അതാണ് നോക്കുന്നത്. അവൻ ദൈവരാജ്യത്തിന് യോജിച്ചവനാണോ? ആ വിശ്വാസമുള്ളവൻ ദൈവരാജ്യത്തിന് യോജിച്ചവനാണ്. അപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കൽ വരാം. അല്ലാതെ സാധാരണഗതിയിൽ ഒരു കുഷ്ഠരോഗി മനുഷ്യർ നടന്നു പോകുന്ന വഴിയിൽ പോലും ഇരിക്കാൻ പാടില്ല. അവന് ഭിക്ഷയാചിക്കാൻ ദൂരെ മാറിയിരിക്കണം. അവർ എറിഞ്ഞു കൊടുക്കുകയേ ചെയ്യത്തുള്ളൂ. അല്ലാതെ അടുത്തെങ്ങും പോകത്തില്ല. അടുത്തെങ്ങും പോയി ചെന്ന് ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഇത് ഭിക്ഷ കൊടുക്കണമെങ്കിൽ തന്നെ അതിനുള്ള അർഹത പോലും ഇല്ല. വളരെ ദൂരെ മാറിയിരിക്കണം. അങ്ങനെയുള്ളവനാണ് ഇവിടെ വന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നു, അവൻ സുഖം പ്രാപിച്ചു. അങ്ങനെ എല്ലാ ജനങ്ങളും, വളരെയധികം രോഗികളും എല്ലാം അശുദ്ധാത്മാക്കൾ ബാധിച്ചവരുമൊക്കെ അവിടെ വന്നു കൂടി. ഇപ്പോൾ യേശു പോകുന്നിടത്തെല്ലാം അങ്ങനെ ഉണ്ട് അശുദ്ധാത്മാക്കൾ. ഇത്രയും ചിലർ പറഞ്ഞു, ഇത്രയും കൂടുതൽ അശുദ്ധാത്മാക്കളാണെന്ന് അങ്ങനെ ഉണ്ടായിരുന്നോ ബാധിച്ചവർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. നമ്മുടെ നാട്ടിലുണ്ടല്ലോ എത്രയോ മന്ത്രവാദങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നവർ അശുദ്ധാത്മാക്കൾ ബാധിച്ച്. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനം കൂടുതലുണ്ട്. കാരണം മനുഷ്യൻ ഇല്ലാത്ത സ്ഥലം, വിജന സ്ഥലങ്ങൾ അന്ന് കൂടുതലുണ്ട്. നമ്മുടെ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അന്ന്, ആളുകൾക്കറിയാം. അപ്പോൾ ആ പിശാചുക്കളെ ബാധയൊക്കെ ഒഴിപ്പിക്കാനും ഒക്കെ അന്നത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ വയ്ക്കാനും നോക്കാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അന്നുമുണ്ട്. കാരണം വിജനപ്രദേശങ്ങൾ കൂടുതലുണ്ട്. അവിടെ ദുഷ്ടാരൂപികൾ, അവിടെയാണ് പിശാചുക്കൾ കഴിയുന്നത്, വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി അന്നുണ്ടെന്നും, ആ ചിന്താഗതി എന്നല്ല, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുണ്ട്. ആ പിശാചുക്കൾ അവരെ യേശു പുറത്താക്കുമ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങളെ വിജനപ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് വിടരുത്. കാരണം അവിടെ കിടന്ന് അവർക്കും അതൊരു ഒന്നിനും കഴിയാത്ത സ്ഥലം. കാരണം ഏതിലെങ്കിലും ഒരു ജീവിയിൽ അവർ പ്രവേശിക്കണം. അങ്ങനെയല്ലേ ഗെരസേനയുടെ നാട്ടിൽ വെച്ച് പറഞ്ഞത്, പന്നികളിൽ പ്രവേശിക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന്. അത് തന്നെയാണ് പിശാചുക്കളിൽ. അപ്പോൾ ഈ പിശാചുക്കളെന്ന് പറഞ്ഞ ദൈമോൺ അല്ലെങ്കിൽ പിശാച്, അത് അശുദ്ധാത്മാവ്. അശുദ്ധാത്മാവിന് ക്ലീനായിട്ടുള്ളിടത്ത്, ശുദ്ധി ഉള്ളിടത്ത് പറ്റുകയില്ല, അല്ലാത്തിടത്താണ് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മളെ കണ്ടു. അങ്ങനെ ധാരാളം ജനങ്ങൾ വന്ന് സുഖമാക്കപ്പെടുന്നു. അപ്പോൾ കർത്താവ് എന്നിട്ട് പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 17-ാമത്തെ വാക്യത്തിൽ, നമ്മളിനി അടുത്തത് നോക്കുന്നത്, ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും, യൂദയായിൽ നിന്നും, ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ ശക്തി അവനിലുണ്ടായിരുന്നത്?
അവനാകട്ടെ നമ്മൾ 16-ാം വാക്യത്തിൽ കണ്ടു, അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിതാവുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നു. ആ പ്രാർത്ഥന, അവിടെ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല ഒന്നിൻ്റെ. അങ്ങനെ കഴിയുന്നവർക്ക്, ദൈവത്തോടു കൂടി കുറച്ച് സമയമെങ്കിലും ആയിരിക്കുന്നവർക്ക് അത് രോഗികളെ സുഖപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകുക. യേശു എപ്പോഴും അങ്ങനെയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ എപ്പോഴും ഉണ്ട്, എപ്പോഴും പ്രാർത്ഥനയിലാണ് കിട്ടുന്ന സമയം മുഴുവൻ. അല്ലെങ്കിൽ സമയം പകലൊന്നും കിട്ടിയില്ലെങ്കിൽ വളരെ താമസിക്കുമോ ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് രാത്രിയിൽ. അപ്പോൾ ആ സമയം നോക്കി രാത്രിയിലായിരിക്കും പോയി പ്രാർത്ഥനയിൽ കഴിയുന്നത്. അപ്പം നമ്മളും അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യർ അങ്ങനെയാണ് വേണ്ടിയത്. ആ പ്രാർത്ഥന, ദൈവവുമായിട്ടുള്ള ബന്ധം, പിതാവുമായിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും ഉറപ്പിച്ചിരിക്കണം. അവർ കൽപ്പിച്ചാൽ, നിങ്ങൾ കൽപ്പിച്ചാൽ, വിശ്വാസത്തോട് കൽപ്പിച്ചാൽ ഈ മല പോലും പിഴുത് കടലിൽ പോയി വീഴുമെന്ന് യേശുവല്ലേ പറഞ്ഞു ശിഷ്യന്മാരോട്. അപ്പോൾ അങ്ങനെ ഉള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ആ കർത്താവ് അവിടെ വിജന പ്രദേശങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രോഗികളെ സുഖമാക്കുന്നതിനും പിശാച് ബാധിതരെ പിശാച് ബാധകളൊക്കെ ഒഴിപ്പിച്ച് അവരെ സൗഖ്യപ്പെടുത്തുന്നതിനും ഒക്കെയുള്ള കർത്താവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. ഒന്നും യേശു സ്വന്തമായിട്ടല്ല ചെയ്തത്. അത് കർത്താവ് അല്ലെ പിതാവ്, ദൈവം കാണിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ആയ കാര്യങ്ങൾ അത് കാണിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു യേശു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവിനെ പോയപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഇവരൊക്കെ വന്നുകൊണ്ടിരുന്നത് നിയമജ്ഞരും ഫരിസേരും ഒക്കെ. ഞാൻ പറഞ്ഞ ഫരിസേർ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെന്ന് തോന്നുന്നു, അവസാനം അതാണ് പറഞ്ഞു നിർത്തിയത്. ഇത് ഫരിസേരെന്ന് പറയുമ്പോൾ സ്വന്തം ശക്തി കൊണ്ട്, മറ്റു ദൈവശക്തിയൊന്നും അതിനൊന്നും വേണ്ട, ദൈവമായിട്ട് ബന്ധം പുലർത്തുന്നതിന് നമ്മളൊക്കെ ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഉണ്ട് എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവമായിട്ട് ബന്ധം പുലർത്തുന്നതിന് പറ്റിയുള്ള അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ ശക്തി നമ്മൾക്ക് കിട്ടണം. നമ്മുടെ പ്രാർത്ഥനയെല്ലാം മുൻപ് ഉണ്ടല്ലോ, എപ്പോഴും പ്രാർത്ഥനയുടെ മുൻപിൽ ആ മുഖമായിട്ട് നമ്മൾ പറയും, ഇതിനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് സമ്പൂർണ്ണമാക്കാം. ഇപ്പോൾ ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇതൊക്കെ പൂർണ്ണമാക്കുന്നതിന് ആയിട്ട് വിശുദ്ധിയോടെ എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിയണമേ, അപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെയല്ല, നിയമാനുഷ്ഠാനം നമ്മുടെ ആ പ്രവൃത്തികളിൽ കൂടി അല്ലെങ്കിൽ അവരുടെ പറച്ചിലിൽ കൂടി അവർ നിയമങ്ങൾ അനുഷ്ഠിച്ച് തീർക്കുക. അപ്പോൾ അവർക്ക് അത് എളുപ്പമാണ്. അതാണ് അവരുടെ മതത്തിൻ്റെ തീവ്രത അവരിലുണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതാണ് ചുങ്കക്കാരനും ഫരിസേനും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ദൈവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫരിസേൻ പറഞ്ഞു, ഞാനിതെല്ലാം അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം എണ്ണി പറയാം, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അവരുടെ കഴിവ്, ഇതൊക്കെ എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ കർത്താവ് എന്തുവാ പറഞ്ഞാൽ അവിടെ ആ ഫരിസേൻ്റെ അവൻ്റെ ഉള്ളാണ് ഞാൻ വെളിമയോടെ, വിനയത്തോടെ, ഏറ്റവും താഴ്മയോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ള സാധാരണ ജനങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ആ ഫരിസേർ എന്ന് പറയുന്ന അർത്ഥം തന്നെ അവർ വേറിട്ടവർ, ഒരു പ്രത്യേകം വിഭാഗം എന്നുള്ളതാണ് അർത്ഥം. വേറിട്ടവർ, മറ്റുള്ളവരിൽ നിന്നെല്ലാം വേറിട്ടവർ, മറ്റുള്ള സാധാരണ ജനങ്ങളെ പോലുള്ളവരല്ല. അപ്പോൾ മറ്റവരെല്ലാം നിയമാധ്യാപകരും എല്ലാവരും കൂടെ മതത്തിൻ്റെ വിഭാഗങ്ങളായിട്ട് അവിടെ വന്നുകൂടി ഇതൊന്നും അറിയാതാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പ്രവാചകൻ വന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രത്തോളം ഒന്നും ഒരു പ്രവാചകന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതെങ്ങനെയെന്ന് കണ്ട് മനസ്സിലാക്കണം. അവർക്ക് അവരുടെ ഭാവിക്ക് ദോഷമായിട്ട് വരുന്നത് വലുതുമാണ്. ഇയാൾ പ്രവർത്തിക്കുന്ന അത്രയ്ക്ക് ശക്തിയുള്ള ആളാണെങ്കിൽ അവനെ വിലക്കണം, ഇല്ലാതാക്കണം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം
അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ യേശുവിൻ്റെ മുൻപിലേക്ക് ഇറക്കി. യേശുവിൻ്റെ മുൻപിലേക്ക്, യേശു നിന്നിരുന്ന സ്ഥലം അവർ കണിശമായിട്ട് മനസ്സിലാക്കി. അത് ആ സ്ഥലം അതനുസരിച്ച് അവർ കൃത്യമായിട്ട് അവിടുത്തെ ഓട് തന്നെ ഇളക്കി അവിടെ നിന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുക അന്ന് ഓടുണ്ടായിരുന്നു. ഇന്നല്ലേ ഓടിക്കൂടെ വന്ന സായിപ്പന്മാരൊക്കെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് കണ്ടുപിടിച്ച് ഇവിടെ ഏർപ്പെടുത്തിയല്ലേ അവരുടെ കാലത്ത്. അതിന് ഒരു 10-250 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരിക്കും. അല്ലാതെ ഇവിടെയൊന്നുമില്ല. അന്ന് ഓട് ഫാക്ടറികളും ഒക്കെ പിന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അന്നുണ്ടായിരുന്നു. അതായത് അവിടങ്ങളിൽ പലസ്തീന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം പുല്ലുകളും ആ പുല്ലും കളിമൺ ചെളിയും ആയിട്ട് കുഴച്ച് ഉണ്ടാക്കിയ പുല്ലുകളും കൂടെ അതിനകത്ത് വെച്ച് ഉണക്കി പ്രത്യേക രീതിയിൽ ഉണക്കി എടുത്ത് ഓടായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അപ്പം അന്നല്ലാതെ കോൺക്രീറ്റ് ഒന്നുമില്ല. അപ്പം ഇവിടെ തുലാമായിട്ട് ഇത് ഓടുകളിടുന്നതിനുള്ള ഇതിലെല്ലാം നല്ല കട്ടിയുള്ള നല്ല ഈടുള്ള തടികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ചിലരുടെ അങ്ങനെയല്ല എങ്കിൽ നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല കനത്തിൽ അവർ മരം കട്ടയായിട്ട് ഇങ്ങനെ അറുത്ത് അത് പാകിയാണ്, അതാണ് അടിക്കുകയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മച്ച് ഈ തറയിടുന്നതിന് കോൺക്രീറ്റിന് പകരം അതിൻ്റെ പുറത്ത് പുല്ലോ ഒക്കെ ചെളി ഈ പറഞ്ഞ രീതിയിൽ അതെല്ലാം ചേർത്ത് അവർ അത് ചെളിയൊന്നും പണ്ടും തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമാണ്. അപ്പോൾ അന്ന് ഇസ്രായേലിൽ പലസ്തീന പ്രദേശങ്ങൾ ഇതുണ്ടാകുന്നത് ഗ്രീക്കോ റോമൻ ശൈലിയിൽ ആ ഒരു സമ്പ്രദായത്തിലാണ് അവരത് ചെയ്തിരുന്നത്. അവരുടെ സംസ്കാരം അനുസരിച്ചുള്ള ഓടുകൾ അവരങ്ങനെ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓട് പാകി കൊണ്ട് മേഞ്ഞ വീട്ടിലാണ് അവിടെ ഈ തളർവാദ രോഗിയും കൊണ്ട് അവിടെ ചെന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർ അവിടെ കൊണ്ടുചെന്ന തളർവാദ രോഗിക്ക് വിശ്വാസമുണ്ട്, കൊണ്ടുപോയവർക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമില്ലെങ്കിൽ സുഖമാക്കാൻ പറ്റിയില്ല, സുഖപ്പെടാൻ പറ്റത്തില്ല. ഇന്നിപ്പം കുറച്ച് പേരാണ്ട് അവിടെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു. രോഗശാന്തി ശുശ്രൂഷകൾ ഇതൊക്കെ നടത്തുന്നത് ആരായാലും ഏത് മതത്തിലായാലും അവർ പറയുന്നത് ക്രിസ്ത്യാനികളൊക്കെ ഉദ്ദേശിച്ചാണോ എന്തോ സുവിശേഷകരൊക്കെ ധാരാളം ചെയ്യുന്നുണ്ടല്ലോ. അവർക്കത് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തി ഉള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ദൈവാത്മാവ് അവരിൽ പ്രവേശിക്കുന്നു. അവർ ദൈവമായിട്ടുള്ള ഗാഠബന്ധത്തിൽ ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാർത്ഥന മൂലമല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 29 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു പിശാചുബാധിതനെ ബാലനെ ഇത് യേശുവില്ലായിരുന്നു, ശിഷ്യന്മാർ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൂരെ സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ജനങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല. അപ്പോൾ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് ഇത് പുറത്താക്കാനൊന്നും പറ്റിയില്ല. അവർ നോക്കി, സാധിച്ചില്ല. അപ്പോൾ അശുദ്ധാത്മാവ് ഒന്നും അനങ്ങുന്നില്ല, ഒരനക്കവും ഇല്ല. അവൻ്റെ രോഗം മാറത്തതുമില്ല. അപ്പോൾ പിതാവ് വളരെ ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്ക് യേശുവോടെ വന്നു. യേശുവിനെ അറിയാം സ്ഥലം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങകലെ ശിഷ്യന്മാരുടെ അടുക്കൽ നടക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ പിതാവ് വന്ന് ബാലൻ്റെ പിതാവ് അവിടെ വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു, ഇവർക്ക് ഒന്നും ഞാൻ കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുന്ന് എന്നെ ഇത് പരിഹരിച്ച് തരണം, സുഖപ്പെടുത്തി തരണം എൻ്റെ മകനെ. അപ്പോൾ കർത്താവ് പറഞ്ഞ് സുഖമാക്കാം. എന്നിട്ട് കർത്താവ് എന്തുവാ പറഞ്ഞത്? അവരെ അവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ വിശ്വാസം, അപ്പം നിനക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം.
അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് അവരോട്, അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർ കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു. വിശ്വാസമില്ലാത്ത തലമുറയെ കർത്താവ് ചോദിക്കുകയാണ്. ആരോടാ? ശിഷ്യന്മാരോടാ ചോദിക്കുന്നത്, അപ്പോസ്തലന്മാരോട്, ശിഷ്യന്മാരോട്. വിശ്വാസം വേണമെങ്കിലേ പറ്റുകയുള്ളൂ. വിശ്വാസമില്ലാത്ത തലമുറ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? അങ്ങനെ എന്നും കർത്താവ് അങ്ങനെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ ഉദ്ദേശം, ഭൂമിയിൽ വന്ന ഉദ്ദേശം സാധിച്ച് പോകും. പിന്നെ അതിനു മുൻപേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി കിട്ടണം. ദൈവരാജ്യ വിശ്വാസം ഉണ്ടായിരിക്കണമെങ്കിലേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് അവൻ പറഞ്ഞ്, ശൈശവം മുതൽ അവിടെ ഉണ്ട്, എത്ര കാലമായിട്ട് എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, തീയിലും വെള്ളത്തിലുമൊക്കെ തള്ളിയിടുന്നുണ്ട്. അപ്പം നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. യേശു പറഞ്ഞ് കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു വിശ്വാസത്തിന് ഒരു ചാഞ്ചാട്ടമുണ്ട്. കർത്താവിന് ഇത് കഴിയുമോ, ദൈവത്തിന് എനിക്കിത് ചെയ്തു തരാൻ കഴിയുമോ എന്ന് നമ്മൾ ഇന്നത്തെ ഈ കാലത്തും നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത്രയും വലിയ രോഗം സുഖപ്പെടുത്താൻ പറ്റുമോ? എല്ലാവരും തള്ളിക്കളഞ്ഞത്, അങ്ങനെ പറ്റുമെന്ന്. അപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാനും രോഗിയായിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ എനിക്ക് എല്ലാവരും തള്ളിക്കളഞ്ഞ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം തള്ളിക്കളഞ്ഞ് അങ്ങനെ സുഖമാക്കാൻ സുഖമാവുമോ? എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള വിചാരത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതൊക്കെ അറിയാവുന്നത് പറയുന്നത് അതിനും കുറച്ച് മുൻപൊക്കെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളതൊക്കെയാണ്, പഠിപ്പിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ എങ്കിലും എനിക്കൊരു സംശയം തോന്നി, ഇത്രയും ഇതായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ അത് എല്ലാവർക്കും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ ബൗദ്ധികമായ ബുദ്ധി കൊണ്ട് തലത്തിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പം അത് സാധിക്കും. അപ്പോൾ ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. അത് ഏറ്റുപറയണം. അവൻ ഏറ്റുപറയാൻ മടിയില്ലായിരുന്നു. ഉറച്ച് വിളിച്ച് പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞു. ആ വിശ്വാസം കൊണ്ടായത് നാളെ ഈ സുഖമാക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇങ്ങനെ സംശയിച്ച് ചഞ്ചല ചിത്തനായിട്ടിരുന്നാൽ പറ്റിയില്ല. വിശുദ്ധ യാക്കോബ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവെ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അത് കാണുന്നു. അപ്പോൾ ആ വിശ്വാസം, ഇതൊക്കെ ഇനി എടുക്കുന്ന ഭാഗത്ത് കൂടുതലായിട്ട് പറയാം. അപ്പോൾ അല്ല, ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന അതങ്ങായി പോകും. നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പാഠം അത് പൂർണ്ണമാക്കണമല്ലോ. അപ്പോൾ ആ വിശ്വാസം കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ആ വിശ്വാസത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട് ആ വിശ്വാസം തന്നെ ഉണ്ടാകണം, അതാണ് പ്രധാനം. നമ്മളില്ലാത്തതും അതാണ്. നമുക്ക് ആ വിശ്വാസം വരുന്നില്ല, അത്രത്തോളം അവിടെ നമ്മളെക്കൊണ്ട് പറ്റാത്തത്. നമ്മളെക്കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നവർ കാര്യം ചെയ്യാൻ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 19-ാമത്തെ വാക്യത്തിൽ 11 മുതൽ 16 വരെയുള്ള ഒരു വിവരമുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഒരു വർണ്ണനയാണ്. പൗലോസ് എഫേസോസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ വെച്ചുള്ള സംഭവം, അശുദ്ധാത്മാക്കളെ ഒഴിക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ, ഒഴിപ്പിക്കുന്ന അശുദ്ധാത്മാവിനെ. അപ്പം അശുദ്ധാത്മാവിനെ അവിടെ യഹൂദരുടെ ഇടയിൽ ഇങ്ങനെ അവർ പ്രവർത്തിക്കുമായിരുന്നു. കർത്താവ് ഒരിക്കൽ കർത്താവ് പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുകളെ ഒഴിപ്പിക്കുന്ന, ഭൂതബാധിതരെയും ഒക്കെ ഒഴിപ്പിക്കുന്നതെന്നൊക്കെ, ബാധയൊക്കെ ഒഴിപ്പിക്കുന്നതെന്ന് യേശുവിനെ കുറ്റപ്പെടുത്തിയവരൊക്കെ പറഞ്ഞു. അല്ലാതെ മനുഷ്യർക്ക് സാധിക്കത്തില്ലെന്ന്. കാരണം അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഇവരുടെ ചിലരുടെ മക്കളൊക്കെ അങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ടിരുന്നു. യഹൂദരുടെ ഒരു സംഘം ഇങ്ങനെ മക്കളെ ഇറങ്ങി നടന്നവർ, അത് പണത്തിന് വേണ്ടിയായിരുന്നു, ഉദരപൂരണത്തിന് വേണ്ടി, പണം വാങ്ങിക്കുന്നതിന് വേണ്ടി. അബദ്ധത്തിൽ വല്ലതും നടന്നു എന്നുള്ളതായിരുന്നു.
അപ്പോൾ അത് അവർക്ക് പ്രശസ്തിയുമാകും. അപ്പോൾ അവരിങ്ങനെ ഒഴിപ്പിക്കാൻ നടക്കും ഓരോ വീടുകളിൽ. അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു. അതും അപ്പോഴേ കർത്താവ് പറയുന്നില്ലേ, ഞാൻ പിശാചിൻ്റെ തലവനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാണ് പുറത്താക്കുന്നത്? അപ്പം യേശു ഭൂമിയിൽ വന്നു പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് എത്രയോ മുൻപേ ഇവരുടെ മക്കളെങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക, ഒന്നും നടക്കുന്നില്ല. അത് ഇവർക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ എഫേസോസിൽ വെച്ചുള്ള ഒരു സംഭവം ഓരോന്നും പറയുമ്പോൾ ഉദാഹരണം അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സുവിശേഷത്തിൻ്റെ ഭാഗം വെച്ചാൽ താമസിച്ചാൽ വേണ്ടിയില്ല, വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുന്ന അവിടെ സ്കേവ എന്നുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ്റെ മക്കൾ 7 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇവർ 7 പേരും കൂടെ പലയിടത്തും നടന്നിങ്ങനെ അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുമായിരുന്നു. പലയിടത്തും പലയിടത്തും പോയി, ഓരോരുത്തരും ഓരോ വഴിക്കൊക്കെ പോയി എഫേസോസിൽ അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവസാനം ഈ അശുദ്ധാത്മാവ് അങ്ങനെയായിരുന്നു. അപ്പോൾ പത്രോസ് പൗലോസ് ഇതെല്ലാം ചെയ്യുന്ന കണ്ടിട്ട് ഇവരും വിചാരിച്ചു ഇനിയും യേശുവിൻ്റെ നാമത്തിലാണ് പൗലോസ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയാണ് കേട്ടോ, എല്ലാ സുവിശേഷം അവരുടെ സ്വന്തം കഴിവൊന്നുമല്ല. അപ്പോൾ നേരത്തെ വന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു പറഞ്ഞ് രോഗബാധയൊക്കെ പിശാചുക്കളെ ഒഴിപ്പിക്കുന്നതിനൊക്കെ എതിരായിട്ട് അത് തെറ്റാണെന്നുള്ള ഇതിൽ അങ്ങനെ അതിന് അവരുടെ പേരിൽ കേസെടുക്കും എന്ന്. അത് ഇവിടെ അതുകൊണ്ട് ഇനി രോഗികളെ ഇവിടെ കൊണ്ട് ചിലരൊക്കെ അങ്ങോട്ട് കമൻ്റ് ഇടുന്നത് കാണാൻ പലപ്പോഴും ഓരോ ധ്യാനത്തിനുമൊക്കെ ധ്യാനവേദികളിലൊക്കെ നടക്കുമ്പോൾ, എന്നാൽ ഞങ്ങൾ കൊണ്ടുവരുന്ന രോഗിയെ ഒന്ന് സുഖപ്പെടുത്ത്. അതിനുള്ളതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സുവിശേഷം അതിനുള്ളതല്ല, ഞങ്ങളെ വെല്ലുവിളിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും, യേശുവിൻ്റെ ദൈവാത്മാവ് പൂർണ്ണമായിട്ട് ഒരുവനിൽ ഉണ്ടെങ്കിലേ, ഒരു സുവിശേഷനിൽ യേശുവിൻ്റെ ശിഷ്യരിൽ ഉണ്ടെങ്കിലേ അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അതാണ് ഞാനിവിടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. അപ്പം വിവരങ്ങൾ എന്തുവാണെന്ന് അറിയാതെ വായി വരുന്നത് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ വെല്ലുവിളിക്കുമെന്നും. അപ്പോൾ എങ്ങനെയാണ് അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത്? അതെന്ത് ശക്തിയാണ്? നിങ്ങൾ പറയുമ്പോൾ അങ്ങോട്ട് തോന്നുമ്പോൾ ഒരാൾ എണീറ്റ് വന്ന് എന്നാൽ സുഖമാകട്ടെ എന്നൊന്നും പറയുകയല്ല ചെയ്യുന്നത്. അങ്ങനെയൊന്നും നടക്കത്തില്ല. ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് അവനെ ദൈവത്തിലുള്ള വിശ്വാസം വേണം, അല്ലെ വെല്ലുവിളിക്കാൻ വന്നതുകൊണ്ടല്ല നടക്കുന്നത്. അങ്ങനെ വരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു കാര്യം ചെയ്യണം. അവിശ്വാസികളായവർ, മറ്റു മതത്തിൽപ്പെട്ടവർ അത് ഇങ്ങനെയൊക്കെ പറയാറ് ഓരോ കമൻറ്റുകൾ. ഞാൻ ആരെന്നൊന്നും പറയില്ല, എനിക്ക് ചിലരെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്, ചിലരുടെയൊക്കെ എന്നെ കാണുമ്പോഴും. അപ്പോൾ സ്കേവായുടെ പുത്രന്മാർ ഒന്ന് നോക്കി, അവരോട് അത് പ്രയോഗിച്ച് നോക്കി, യേശുവിൻ്റെ നാമം പ്രയോഗിച്ച് നോക്കി, അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവരുടെ പേരിൽ. അപ്പം യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം അവർ പ്രയോഗിച്ച് നോക്കി. യഹൂദരുടെ ഒരു പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു. പൗലോസ് അവിടെ ചെന്ന് കഴിഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ്, സുവിശേഷം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് എഫെസോസിൽ. അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം പറഞ്ഞു. അശുദ്ധാത്മാവിനറിയാം ആരാണ്, ഏതാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. അല്ല അവർക്ക് അറിയാൻ വയ്യാത്തതല്ല, പിശാചുക്കൾക്ക് ആ വിവരങ്ങളൊക്കെ അറിയാം. അവർ പറഞ്ഞു, മറുപടി പറഞ്ഞ്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, നീ ആരാ ഇതൊക്കെ എന്നോട് പറയാൻ? നീ ആരാ എന്ന് പറ. അവരെയൊക്കെ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. അവർക്കതിനുള്ള ശക്തിയുണ്ട്, എന്നെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുണ്ട്. നീ ആരാ ഇതൊക്കെ പറയാൻ എന്നും പറയണം. അവനെ ഇങ്ങോട്ട് പീഡിച്ച് വാരിച്ച് തറയിലിട്ട് ചവിട്ടി അവൻ്റെ തുണിയെല്ലാം ഉരിഞ്ഞ് കളഞ്ഞ് മാന്തി കീറി ശരീരം മുഴുവൻ വികൃതമാക്കി അവന് വിട്ടു. അവൻ ജീവനെ കൊണ്ട് പ്രാണരക്ഷാർത്ഥം മനുഷ്യരുടെ ഇടയിലൂടെ അവൻ ഓടി രക്ഷപ്പെട്ടു. ആ നാട്ടിൽ പോലും നിന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. അവരുടെ അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി അവിടെ നിന്ന് ഓടിപ്പോയി. ആ വീട്ടിൽ വെച്ചാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാനും സംസാരിക്കാനും ഒക്കെ. ക്രിസ്ത്യാനികൾ ധ്യാന കേന്ദ്രത്തിൽ ഇതൊക്കെ നടക്കുന്നെങ്കിൽ അവർ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് മണിക്കൂറുകളോ ദിവസങ്ങളോ ഇരുന്നിട്ടാണ് അവർ ഇതിനൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ശക്തി അവരിലുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് അനുസരിച്ചിരിക്കും പിശാച്.
അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. എനിക്ക് പൗലോസിനെ അറിയാം, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാ എന്നും പണ്ട് അവന് ഇത്രയൊക്കെ പാടുപെടുത്തി വിട്ടത്. എല്ലാ പരിപാടിക്ക് സ്കേവാരപുത്രന്മാരാരും ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല, അതോടെ നിർത്തി കാണും, മറ്റുള്ളവരും നിർത്തി കാണും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. എന്തെങ്കിലും ഏത് കാര്യവും ഞാൻ പലപ്പോഴും പഠിക്കാത്ത കാര്യങ്ങൾ പറയരുത്. അപ്പോൾ ജനക്കൂട്ട നിമിത്തം അത് അവർ യേശു അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു, പറ്റിയില്ല. തളർവാദ രോഗിയെ കൊണ്ടുവന്നേ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, രോഗിക്കും വിശ്വാസം ഉണ്ടായിട്ട്, അതുകൊണ്ടല്ലേ വന്നത്. അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവന് യേശുവിന് മുമ്പിലേക്ക് ഇറക്കി. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കിടക്കയോടെ ഇറക്കി എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഈ പ്രസംഗിക്കുന്നതും പറയുന്നതും ഒക്കെ കേൾക്കാൻ വളരെ വിചിത്രമായിട്ട് കട്ടിലോടെ എടുത്തുകൊണ്ട് വന്ന്, കിടക്കയെന്ന് പറയുമ്പോൾ കട്ടില്ല, എല്ലാവരും അങ്ങ് കട്ടില്ലാന്ന് കിടക്കുന്ന ഒരു രോഗിയെ അവിടെ കിടത്തി, അത് നല്ലതാണ്. കട്ടിലോ അവിടെ പൊളിച്ചിറക്കി അവിടെ എടുത്തുകൊണ്ട് വന്ന് കിടക്കയോടെ അവനെ ഒരു സ്ട്രെച്ചറിലാണ്. സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അത് വ്യക്തമായിട്ടുണ്ട്, റിവൈസ്ഡ് എഡിഷനിൽ എൻ്റെ കയ്യിലുണ്ട്, അതിൽ വ്യക്തമായിട്ടുണ്ട്. മാറ്റ് ആണെന്നാണ് അതിൽ പറയുന്നത്. ഒരു മാറ്റ് കൊണ്ടുള്ള സ്ട്രെച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പായ അവൻ കിടന്നിരുന്ന മെത്ത പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം കൊണ്ട് അതിൽ കിടത്തി, അല്ലെ കട്ടിൽ പൊളിച്ച് മുകളിൽ പൊളിച്ച് ഓട് ഇളക്കണം, മച്ചിളക്കി കട്ടിലകത്തിറക്കണമെങ്കിൽ എന്തുമാത്രം വേണം, കട്ടിലിൻ്റെ നീളവും വീതിയൊക്കെ. അപ്പോൾ ഇതിനകത്ത് അവനെ കിടത്തി അവിടെ കൊണ്ടുവന്നു, അവനെ മുകളിൽ കൊണ്ട് കയറ്റി. അപ്പോൾ ചിലപ്പോൾ കൊണ്ടുവന്നപ്പോൾ ചിലപ്പോൾ കട്ടിലുണ്ടായിരുന്നിരിക്കും, അതും കൊണ്ട് മുകളിലൊന്നും പോയില്ല. അതൊക്കെ പറയുന്നവരൊക്കെ വിഡ്ഢിത്തമാണ് പറയുന്നത്, ചിന്തിക്കാതാണ് പറയുന്നത്. ചിലപ്പോൾ വൈദികരായാലും ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനല്ല സംഭവിച്ചത്. അവനെ ഒരു സ്ട്രെച്ചർ പോലെ അവൻ്റെ കിടക്ക തുണി അല്ലെങ്കിൽ മെത്തയെന്നോ പായ എടുത്ത്, അവൻ കിടന്നിരിക്കുന്ന ആ പായ എടുത്ത് കിടക്കയെടുത്ത് ആക്കി അവനെ കയറിൽ അത് കെട്ടി താഴെ ഇറക്കി. അവിടെ യേശു നിന്ന കട്ടിലാണെങ്കിൽ അങ്ങനെ പറ്റുമോ? അവിടെയൊക്കെ നിന്നാൽ ഇങ്ങനെ ഇറക്കുമ്പം തന്നെ അത് ആടുകയോ ഒക്കെ ആരുടെയും തലയ്ക്കുള്ളതില്ല. ഇത് യേശുവിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്, യേശു നിന്ന സ്ഥലത്ത് തന്നെ. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകളൊക്കെ വിളിച്ച് പറയുമ്പോൾ പ്രസംഗത്തിലും ഒക്കെ അത് പറയുന്നുണ്ട്. എല്ലാവരും സാധാരണക്കാർ മാത്രമല്ല, ചില വൈദികരും അത് ചിന്തിക്കാതെ പറയുന്നതാണ്, അതുകൊണ്ടല്ല, അതൊന്നുമല്ല. കിടക്കയോടെന്നൊക്കെ പറയുമ്പോൾ അത് ഇംഗ്ലീഷ് ബൈബിളിൽ അത് വ്യക്തമായിട്ടുണ്ട്. നമ്മളിവിടെ മലയാളം ട്രാൻസ്ലേഷനിൽ അല്പം കുറവുകളൊക്കെ വന്നിട്ടുണ്ട്, അത് എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബാക്കി കാര്യം നമുക്ക് നാളെ ആകട്ടെ. എൻ്റെ ചാനൽ നിങ്ങളിത് കാണുകയും മറ്റുള്ളവർക്ക് ഇത് കണ്ട് കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടെ ചെയ്തിട്ട് മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതയക്കേണ്ട അവരോട് നിർബന്ധമായിട്ട് ഉപദേശിക്കണം. ഇത് കാണുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്, അറിയുന്നവർക്ക് അറിയപ്പെടുന്നവർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്ത് ഇത് പ്രചരിപ്പിക്കണം, സുവിശേഷം പ്രചരിപ്പിക്കണം. അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ദൈവം കർത്താവ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴേ എന്തെങ്കിലും ഇല്ലെങ്കിൽ, അവിടെ നമുക്ക് സ്റ്റോക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ വേണം സമ്പാദിക്കാനെന്നാണ്. ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ട് അവിടെ സമ്പാദിക്കും. ഇതിൻ്റെ സമ്പാദ്യം, ഇതിൻ്റെ പ്രതിഫലം കർത്താവ് അവിടെയാണ് തരുന്നത്. അത് ഓർമ്മ വേണം. അപ്പോൾ അതിനു വേണ്ടി ഒരുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്ത് എല്ലാവരും കൊടുത്ത് അത് പ്രചരിപ്പിക്കണം. അത് ഒന്ന് ചാനൽ എടുക്കണം. ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നാണ്. എന്നിട്ട് അത് സെർച്ച് ചെയ്തെടുത്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിന് മടിക്കരുത്, അത് ഉപേക്ഷ വിചാരിക്കരുത്. അത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന്, ദൈവവചനത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് നമുക്ക് തോന്നുന്നത് അതിങ്ങനെ ഒരാളുടെ അയാൾ പറയുന്നത് എങ്ങനെ ചെയ്യുന്നത്. അങ്ങനല്ല. ദൈവവചനമാണ്, ദൈവമാണ് ആജ്ഞാപിക്കുന്നത്. അത് ഞാനല്ല പറയുന്നത്, ദൈവാത്മാവാണ്. അതിനെ നിരസിക്കുകയാണ് അല്ലാതെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായും ചെയ്യണം. ഏത് മതസ്ഥരായാലും ഏത് ദേശക്കാരായാലും അവർക്ക് അയച്ചു കൊടുക്കുക. നമുക്ക് ബാക്കി കാര്യം ഒരുപാട് ഇത് വിവരിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ
നമുക്കത് ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.